നമ്മളുടെ അനുഭവത്തിൽ ഒരു ഗുളിക കഴിക്കാൻ മിസ്സായാലും ഐപൾസ് നിർബന്ധമായിട്ട് വാങ്ങി കഴിച്ചിരിക്കും. ഇല്ലെങ്കിൽ അത് മിസ്സാവുക ഇൻ ദ സെൻസ് ഒരു നേരം ഒരു ഗുളിക കഴിക്കാൻ മറന്നുപോയാലും ഐപൾസ് വേണം എന്ന് പറഞ്ഞ് വാങ്ങി കഴിക്കും. കീമോ ഒക്കെ എടുക്കുന്ന സിറ്റുവേഷൻസിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 2 days ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും. ആ സമയത്തും കഴിച്ചുകൊണ്ടിരുന്നത് ഐപൾസ് ആണ്. അതിന് യാതൊരു മുടക്കം വന്നിട്ടില്ല. ഈ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത്. അപ്പൊ മമ്മീനെ കാണാൻ വന്ന മമ്മിയുടെ ഒരു കസിൻ ഇങ്ങനെ കസിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ ഖുർആൻ ചെല്ലുന്ന ഒരു അച്ഛന് ഇതേ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുകയും അപ്പോൾ ചാച്ചനെ തോരം വാങ്ങിക്കൊണ്ട് ഈ അച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. അച്ഛന് അതിന് ഒരുപാട് റിസൾട്ട് കിട്ടി. മമ്മിക്ക് കിട്ടിയ മാതിരി തന്നെ ഒരുപാട് റിസൾട്ട് കിട്ടി. അത് അച്ഛൻ അതിനുശേഷം അത് ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞു. എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു. ഒരുപാട് നല്ല കമന്റ്സും ഡോക്ടർ പറഞ്ഞു. കാരണം അച്ഛന്റെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടറും വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ അച്ഛൻ കുർബാന ചെല്ലുന്നുണ്ട്. അച്ഛൻ ബെഡ്രിഡനായി പോയ ഒരു അവസ്ഥയിലായിരുന്നു. അച്ഛൻ കുർബാന ചെല്ലുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ലൈക്ക് വി ആർ വെരി ഹാപ്പി വിത്ത് ദ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? മറ്റുള്ളവർക്ക് 100% റെക്കമെൻഡബിൾ ആണ്. ഞാൻ മാത്രമല്ല, എന്റെ ഫാദറും കഴിക്കുന്നുണ്ടായിരുന്നു, എന്റെ കുട്ടികൾ കഴിക്കുന്നുണ്ട്, എനിക്ക് 2 പെൺകുട്ടികളാണ്, അവർ കഴിക്കുന്നുണ്ട്, എന്റെ വൈഫ് കഴിക്കുന്നുണ്ട്. ഒരു ജനറൽ വീക്ക്നെസ്സിന് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട്. എന്റെ ബ്രദറിന്റെ വൈഫ്, അവരുടെ കുട്ടികൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും, അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട്.